ഇന്ന് നമുക്ക് മുട്ടയും പഴവും വെച്ചിട്ട് വളരെ ഈസി ആയിട്ടൊരു പലഹാരം റെഡിയാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി പഴുത്ത പഴം വേണം എടുക്കാൻ. ഇതൊന്ന് തൊലി കളഞ്ഞ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാനിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചു വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ പാല്, 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്ക പൊടിച്ചത്, 2 പിഞ്ച് ഉപ്പ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ വാട്ടി വെച്ച പഴം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതിലേക്ക് പഴം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. കനം കുറഞ്ഞ പാനാണെങ്കിൽ അടി കരിയാതിരിക്കാൻ പാനിനടിയിൽ മറ്റൊരു പാനോ പരന്ന അടപ്പോ വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പൊന്ന് തുറന്നിട്ട് ഒരു 3 പീസ് പഴം കൂടി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റാണ് വേവാനെടുത്ത സമയം. പാത്രത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് വേവിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. പാനിലൊരല്പം നെയ്യ് തടവി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് വെച്ച് തീ ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.